കാര്യം ശരിയാണ്. 4000 കോടി വിറ്റൂരുള്ള ഒരു കമ്പനിയാണെങ്കിൽ പോലും താങ്കളെ ഞാൻ ശ്രദ്ധിച്ചു. താങ്കളുടെ ഈ കിച്ചൺ ട്രഷറേഴ്സിൽ താങ്കൾ ഒരു എക്സ്റ്റേണൽ ഫണ്ടിങ്ങിന് പോയ ഒരാളാണ്. അപ്പോൾ ഈ ഫണ്ടിങ്ങിന് പോകുമ്പോൾ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് എന്ന് വരുമ്പോൾ ആദ്യം ഉയരുന്ന ചോദ്യം നിങ്ങൾക്ക് എന്തിനാണ് ഈ പണം, അല്ലേ? ആദ്യത്തെ ചോദ്യം. ആ പണം കിട്ടുന്ന പ്രോസസ്സ് എളുപ്പമായിരുന്നു? എങ്ങനെയാണ് ഈ ഫണ്ടിങ് നേടിയത്? ആ ചോദ്യം ഉണ്ടായിരുന്നു. വളരെ ഒരു സ്ട്രോങ് ചോദ്യമായിരുന്നു. ബിക്കോസ് ഗ്രൂപ്പ് ഇത്രയും പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ വൈ ഡു യു നീഡ് എക്സ്റ്റേണൽ ഫണ്ടിങ്? ഇൻഫാക്ട് അതൊരു നെഗറ്റീവ്, അതൊരു ഡിറ്ററന്റ് ആയിരുന്നു. ബട്ട് ഐ തിങ്ക് ആസ് എ ടീം ആർ ഇന്റന്റ് വാസ് വെരി ക്ലിയർ. ഒന്ന്, കോൺസ്റ്റന്റ്ലി ബോർഡിലേക്ക് പോകണം കാശിന് വേണ്ടി. അതിൽ തന്നെ നമുക്കൊരു മുഷിപ്പുണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഇതൊരു സ്റ്റാൻഡ് ലോൺ ബിസിനസ്, സ്റ്റാൻഡ് ലോൺ എൻറ്റിറ്റി, ഇതിന്റെ ആസ്പിറേഷൻസ് മച്ച് ലാർജർ ആയിരുന്നു. ഐ മീൻ ഇൻ ടേംസ് ഓഫ് ദി എമൗണ്ട് ഓഫ് മണി ആൻഡ് ദി എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ്. അത് ക്രിയേറ്റ് ചെയ്യാനും, അപ്പോൾ ഒരു സ്റ്റാൻഡ് ലോൺ ആസ്പെക്ട് ക്രിയേറ്റ് ചെയ്യാനും, പിന്നെ ആ ഒരു പ്രൊഫഷണൽ എൻവയൺമെന്റ്. ഇൻഫാക്ട് ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ വരുമ്പം ഹൗ യുവർ തിങ്കിങ് ചേഞ്ചസ്, ഹൗ യുവർ റിപ്പോർട്ടിംഗ് ചേഞ്ചസ്, ദെൻ ഇറ്റ്സ് നോട്ട് അതൊരു ഇമോഷണൽ ഡിസിഷൻ അല്ല. ഇറ്റ്സ് ഓൾ വെരി ലോജിക്കൽ, റാഷണൽ ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ആ രണ്ട് ഇന്റന്റ് കണ്ടിട്ടാണ് ഫണ്ട് റേസിന് പോയത്. പ്രോസസ് വാസ് നോട്ട് നെസസറിലി ആസ് ഈസി ബിക്കോസ് ഓഫ് ദി ഏർലിയർ സെഡ് റീസൺസ്. പക്ഷേ ബിസിനസ് ഡെലിവറി ചെയ്ത് ആ ഒരു 4 to 5 year വിൻഡോ ഡെലിവറി ചെയ്ത ഗ്രോത്തും അതിന്റെ ഫ്യൂച്ചർ പ്ലാൻസും കണ്ടിട്ട് തന്നെയാണ് ഇൻവെസ്റ്റർ ഓൺ ബോർഡ് വന്നിരുന്നത്. എത്ര കോടി ഇൻവെസ്റ്റ്മെന്റ്? റഫ്ലി അബൌട്ട് 80 crores റേസ് ചെയ്തു. വെരി ഗുഡ്.